നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷാജി കടയ്ക്കൽ. ഡൽഹി ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപം ഉഗ്ര സ്ഫോടനം. രാജ്യതലസ്ഥാനത്തെ നടുക്കിയ സ്ഫോടനത്തിൽ 13 മരണം. ഇന്നലെ വൈകിട്ട് 6:52 ചെങ്കോട്ട മെട്രോ സ്റ്റേഷനിലെ 1ഉം 4ഉം ഗേറ്റുകൾക്കിടയിലെ റോഡിലുണ്ടായ സ്ഫോടനത്തിൽ 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഡൽഹി ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപത്ത് മെല്ലെ വന്ന വാഹനം ട്രാഫിക് സിഗ്നലിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഹരിയാന രജിസ്ട്രേഷനുള്ള I-20 കാറാണ് പൊട്ടിത്തെറിച്ചത്. വാഹനത്തിൽ ഒന്നിലധികം ആളുണ്ടായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ സമീപത്തുണ്ടായിരുന്ന 8 കാറുകളും ഇലക്ട്രിക് ഓട്ടോറിക്ഷകളും പൊട്ടിത്തെറിച്ചോടെ കാൽനട യാത്രക്കാർ അടക്കമുള്ളവർ മരണപ്പെടുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് ഡൽഹിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. അയൽ സംസ്ഥാനങ്ങളിലും കനത്ത ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാർത്തകൾ വിശദമായി. ഡൽഹി ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ സമീപത്തുണ്ടായ സ്ഫോടനത്തിൽ മുഹമ്മദ് സൽമാൻ എന്നയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത HR26E 7674 എന്ന കാറാണ് പൊട്ടിത്തെറിച്ചത്. പരിക്കേറ്റവർ ദില്ലിയിലെ LNGP ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഫോടനം നടന്ന സ്ഥലവും ആശുപത്രിയും സന്ദർശിച്ചു. സ്ഫോടനത്തിൻ്റെ കാരണം ഇപ്പോൾ പറയാറായിട്ടില്ലെന്നും എല്ലാ വശങ്ങളും പരിശോധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും അമിത്ഷാ പറഞ്ഞു. അതേസമയം സ്ഫോടന ഭീകരാക്രമണം എന്ന സൂചനയാണ് ഉന്നത വൃത്തങ്ങൾ നൽകുന്നത്. ഡൽഹി ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് ഉപയോഗിച്ച കാറിൻ്റെ നിലവിലെ ഉടമ ജമ്മു കാശ്മീരിലെ പുൽവാമ സ്വദേശി താരിഖ് എന്ന സൂചന. മുഹമ്മദ് സൽമാൻ ആയിരുന്നു വാഹനത്തിൻ്റെ ആദ്യ ഉടമ. സൽമാനെയും കാർ സൽമാനിൽ നിന്ന് വാങ്ങിയ ദേവേന്ദ്രയും പോലീസ് ചെയ്തു വരുന്നു. വാഹനം സാമ്പത്തിക ഞെരുക്കം കാരണം വിറ്റെന്നാണ് സൽമാൻ്റെ ഭാര്യ വിശദമാക്കിയത്. മറ്റൊരാൾക്ക് കാർ കൈമാറിയെന്നാണ് ദേവേന്ദർ പോലീസിനോട് വിശദമാക്കിയിട്ടുള്ളത്. ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെ NIA അടക്കമുള്ള എല്ലാ ഏജൻസികളും സ്ഥലത്തെത്തി പരിശോധന തുടങ്ങി. ഹരിയാനയിൽ നിന്ന് ഇന്നലെ അറസ്റ്റിലായ 2 ഡോക്ടർമാർക്ക് ദില്ലി സ്ഫോടനത്തിൽ പങ്കുള്ളതായി സംശയിക്കപ്പെടുന്നു. ഹരിയാനയിലെ ഹരീദാബാദിലുള്ള ഒരു മെഡിക്കൽ കോളേജുമായി ബന്ധമുള്ള ഡോക്ടർമാരിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന 360 കിലോഗ്രാം അമോണിയം നൈട്രേറ്റും ഒരു അസോൾട്ട് റൈഫിൾ അടക്കമുള്ള ആയുധശേഖരം പിടിച്ചെടുത്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് ഒപ്പമുണ്ടെന്ന് വ്യക്തമാക്കിയ മോദി അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും വിവരിച്ചു. പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന പ്രാർത്ഥനയും പ്രധാനമന്ത്രി പങ്കുവച്ചു. സ്ഫോടന ബാധിതർക്ക് എല്ലാ സഹായവും നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി സംസാരിച്ച് സാഹചര്യം വിലയിരുത്തിയെന്നും മോദി പറഞ്ഞു. ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ഗോൾച്ചയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കുറ്റവാളികളെ വിടില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡൽഹിയിലെ ബോംബ് സ്ഫോടനത്തെ ശക്തമായി അപലപിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ ഭീരുത്വം നിറഞ്ഞ പ്രവൃത്തി നമ്മുടെ രാജ്യത്തിനും അവിടുത്തെ ജനങ്ങൾക്കും നേരെയുള്ള ആക്രമണമാണെന്നും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തുമെന്നും ദില്ലിയിലെ ജനങ്ങളോടൊപ്പം കേരളം നിലകൊള്ളുമെന്നും മുഖ്യമന്ത്രി Xൽ കുറിച്ചു. ഈ ഹീനകൃത്യത്തിന് പിന്നിലുള്ളവരെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും രാജ്യത്തിൻ്റെ സമാധാനത്തിന് ഭീഷണിയാകുന്ന അത്തരം ശക്തികളെ